സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ വനം വകുപ്പ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. വഴുതക്കാട് ഹെഡ് ഓഫീസിലായിരുന്നു പരിപാടി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, സംസ്ഥാന തലത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കേണ്ടതില്ല എന്ന തീരുമാനമൊക്കെ എടുത്തിരുന്നു, പക്ഷേ വനം വകുപ്പ് ആസ്ഥാനത്ത് അത് തെറ്റി. രുചിച്ച് സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പ് എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പിലാണ്. വന്ദേമാതരം മുഴുവൻ വനംവകുപ്പ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആലപിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര വനംവകുപ്പിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിശദീകരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വഴുതക്കാടാണ് സംസ്ഥാനത്തെ വനംവകുപ്പിന്റെ ആസ്ഥാനം. അവിടെ നടന്ന ചടങ്ങിലാണ് ഇപ്പോൾ വന്ദേമാതരം മുഴുവൻ ആലപിച്ചിട്ടുള്ളത്. രുചിഷ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ നിലപാട് വ്യക്തമാക്കിയതാണ്. വന്ദേമാതരം സംസ്ഥാനത്ത് തുടർന്നു വരുന്ന രീതിയിൽ മാത്രം ചൊല്ലിയാൽ മതി, മുഴുവൻ ചൊല്ലേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം. അതിന് അനുസരിച്ചാണ് സംസ്ഥാനത്തെ സർക്കാർ തല ഔദ്യോഗിക പരിപാടികളിലൊക്കെ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ ആ വന്ദേമാതരം ചൊല്ലാതിരിക്കുകയോ എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. വനം മന്ത്രി ശിബു വിഭജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥതല സ്വാതന്ത്ര്യ ആഘോഷ പരിപാടിയാണ് നടന്നത്. ആ ചടങ്ങിലാണ് ഇപ്പോൾ വന്ദേമാതരം മുഴുവൻ ആലപിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചൊല്ലിയതെന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. സുജീഷ്. ശരി അർജുൻ.